ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, നമ്മളെല്ലാവരും എല്ലാ ദിവസവും ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഈ പ്രാർത്ഥനയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വരിയുണ്ട്: ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. മറ്റുള്ളവരുടെ തെറ്റുകൾ നമ്മൾ ക്ഷമിച്ചാൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ ക്ഷമ ലഭിക്കൂ എന്നതാണ് ഇതിനർത്ഥം. ഇതാണ് നമ്മുടെ ഇന്നത്തെ നോമ്പുകാല ചിന്ത. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 14-ാം വാക്യം നമുക്ക് ശ്രവിക്കാം. മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിച്ചാൽ മാത്രമേ സ്വർഗ്ഗസ്ഥനായ പിതാവിൻ്റെ ക്ഷമ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കുരിശിൽ കിടന്നുകൊണ്ട് തന്നെ വേദനിപ്പിച്ചവർക്ക് വേണ്ടി ഈശോ പ്രാർത്ഥിച്ചു: പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ. നമ്മൾ ഈശോയുടെ മക്കളാണെങ്കിൽ ഈശോയെ പോലെ ക്ഷമിക്കാൻ പഠിക്കണം. മനസ്സിലെ ഭാരം, ഒരാളോടുള്ള ദേഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നത് ചുമലിൽ ഒരു വലിയ കല്ല് കെട്ടി നടക്കുന്നതിന് തുല്യമാണ്. കാരണം അത് നമ്മളെ ക്ഷീണിപ്പിക്കും. എന്നാൽ നമ്മൾ ക്ഷമിക്കുമ്പോൾ ആകട്ടെ, അതൊരു പൂമ്പാറ്റയെ പോലെ ഭാരം കുറഞ്ഞതും സന്തോഷമുള്ളതുമായി മാറും. ദൈവത്തിൻ്റെ കരാർ: മറ്റൊരാളോട് ക്ഷമിച്ചാൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ ക്ഷമ ലഭിക്കൂ. അതുകൊണ്ടാണ് സ്വർഗത്തിൽ പോകാനുള്ള എളുപ്പവഴി മറ്റുള്ളവരോട് ക്ഷമിക്കുക എന്ന് പറയുന്നത്. നമുക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ നമ്മളോട് പിണങ്ങിയിരിക്കുന്ന ഒരു കൂട്ടുകാരനെ അല്ലെങ്കിൽ കൂട്ടുകാരിയെ പുഞ്ചിരിയോടെ നോക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്യുക. അവർക്ക് വേണ്ടി ഒരു നന്മ അറിഞ്ഞ ഓർമ്മ ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്യുക.